കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ആയിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ കൃപയും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ വിടുതലുകളെയും ദൈവിക നന്മകളെയും നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുവാനും പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർക്കുന്നു, കർത്താവിൻ്റെ ദാസനെയൊക്കെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രി വേഗത്തിൽ ദൈവ വചന ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു ചെറിയ ചിന്ത ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ വേഗത്തിൽ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ വളരെ സുപരിചിതമായ ഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. അവർ കവർന്നഭൂമിയിൽ വന്നു വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കുന്നവന്, ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഒരു നല്ല രാമൻ പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൂതിതത്രേ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ആമേൻ. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഇത് പറയുന്നത് യേശു കർത്താവാ. കർത്താവ് വിളിച്ചു പറയുന്നു, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഇവിടെ സ്തോത്രം, അതിൻ്റെ ഇച്ചിരി ഉള്ളിലോട്ട് വരാം. അമേൻ, ആ ചിന്തകളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിതാണ്, ആരാണോ വിശ്വസിക്കുന്നത് അവൻ, സ്തോത്രം, വിശ്വസിക്കുന്നവന്. ഇന്ന് രാത്രിയത്തെ ദൂത് അവിശ്വാസിക്കുള്ളതല്ല. ഇന്ന് രാത്രിയത്തെ ദൂത് വിശ്വസിക്കാത്തവനുള്ളതല്ല. ഇന്ന് രാത്രിയത്തെ ദൂത് വിശ്വസിക്കുന്നവനുള്ളതാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി കേൾക്കണം. സ്തോത്രം. കഴിയില്ല എന്നൊരു വാക്ക് വിശ്വസിക്കുന്നവന്റെ ഡിക്ഷണറിയിൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? കഴിയില്ല, അല്ലെ? കഴിയില്ല, സാധ്യമല്ല എന്ന ഒരു വേർഡ് വിശ്വസിക്കുന്നവന്റെ നിഘണ്ടുവിലില്ല. എന്താ കർത്താവ് പറയുന്നേ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അവന് കഴിയാത്തതായി ഒന്നുമില്ല. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം ഏൽപ്പിച്ച ദൂതിതാണ്. സ്തോത്രം. നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ അറിവിന്, നമ്മുടെ കഴിവിന്, നമ്മുടെ ജ്ഞാനത്തിന് ചില അതിരുകളുണ്ട്. സ്തോത്രം. ചില ലിമിറ്റുകളുണ്ട്. എന്നാൽ വിശ്വസിക്കുന്നവന് ഈ ലിമിറ്റ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പറയുന്നതിന്റെ വാക്കതാണ്. ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നവന് ചിലത് കഴിയും എന്നല്ല. വിശ്വസിക്കുന്നവന് 1, 2, 3 എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ മാത്രം, സ്തോത്രം, ആമൻ, ഒരു ലിസ്റ്റ്
ഗിഫ്റ്റ് കർത്താവ് തരികയല്ല, വിശ്വസിക്കുന്നവന്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി നാമെ മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ആലോചനകൾ, മനുഷ്യന്റെ സാഹചര്യങ്ങൾ, മാനുഷികമാകുന്ന ചില അറിവുകൾ, മാനുഷികമാകുന്ന ചില വാക്കുകൾ, വീണ്ടും സാധാന്യമാകുന്ന ചില അനുഭവങ്ങൾ നിന്റെ ലൈഫിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ സ്പിരിച്വൽ ലൈഫിൽ കഴിഞ്ഞ നാളുകളിൽ ഇട്ടിരിക്കുന്ന ചില അതിർവരമ്പുകൾ ഉണ്ടല്ലോ, ചില ബൗണ്ടറികൾ ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ചലിക്കുന്ന ഒന്നാണ് നിന്റെ ഉള്ളിൽ ഈ നാളുകളിൽ വ്യാപരിക്കുന്ന വിശ്വാസം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ഇന്ന് മോശമായിരിക്കാം, ആമേൻ, അവസ്ഥകൾ വളരെ ദയനീയമായിരിക്കാം, എല്ലാം പ്രശ്നമായിരിക്കാം, എല്ലാം പ്രതിസന്ധി ആയിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ആ സാഹചര്യങ്ങളുടെ അകത്ത്, അതിന്റെ സമ്മർദ്ദത്തിനുള്ളിൽ നിന്നെ ഒതുക്കാൻ സാത്താൻ നിനക്കെതിരെ പദ്ധതി ഒരുക്കുമ്പോ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവനെ അതിനകത്ത് ഒതുക്കി വെക്കാൻ ഈ നാളുകളിൽ കഴിയത്തില്ല. ആമേൻ. അവന് കഴിയില്ല, സാധ്യമല്ല എന്ന ഒന്നില്ലാത്തത് കൊണ്ട് അവൻ അതിനപ്പുറത്തേക്ക്. ഓ ജീസസ്, 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 ജീസസ്. വിശ്വാസിയുടെ ചിന്തകൾ മാറട്ടെ. വിശ്വാസിയുടെ ചില ചിന്താ മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി മാറ്റം വരട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, വിശ്വസിക്കുന്ന വിശ്വാസമുള്ള വിശ്വാസിയുടെ അവൻ സ്തോത്രം, അവൻ ചിന്താമണ്ഡലങ്ങൾ, അവനിട്ടിരിക്കുന്നതല്ല അതിർവരമ്പുകൾ ഇന്ന് രാത്രി അതിനെ ബ്രേക്ക് ചെയ്യുന്ന അവൻ ഒരു രാത്രിയായി. ആമേൻ. ഹല്ലേലൂയ. കേൾക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. കഴിയുന്ന ചിലതുണ്ട്, കഴിയാത്ത ചിലതുണ്ട്, അല്ലേ? സ്തോത്രം. ഈ ലോകത്ത് നമുക്കറിയാം, നമ്മെ കൊണ്ട് കഴിയുന്ന ചിലതുണ്ട്, നമ്മെ കൊണ്ട് സാധ്യമായ ചിലതുണ്ട്. ആമേൻ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു ഈ സ്തോത്ര ബോഡി ബിൽഡർ ആയിരിക്കുന്ന ഒരു മനുഷ്യനോട് സ്തോത്ര ഇച്ചിരി വെയിറ്റ് ഉള്ളൊരു സാധനം എടുക്കാൻ പറഞ്ഞാൽ അവൻ നിസ്സാരമായി ഉയർത്തിയെടുക്കും. എന്നാൽ സ്തോത്ര ഹല്ലേലൂയ, അവൻ പ്രൈസ് ദി ലോർഡ്, സാധാരണ ഒരു മനുഷ്യനോട് വന്നിട്ട് ഇപ്പോ എന്നോട് പറയാ അതൊന്ന് പൊക്കിയെടുക്കാൻ പറഞ്ഞാൽ സ്തോത്ര ഹല്ലേലൂയ, അവൻ, കാരണം അവന്റെ സ്തോത്രം, അവന് കഴിയുന്ന പലതും എനിക്ക് കഴിയത്തില്ല, അവന് സാധ്യമായ പലതും മറ്റൊരുവന് സാധ്യം അല്ല. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവനെ കുറിച്ച് വിശ്വാസത്തിന്റെ നായകൻ പറയുന്നു, നിനക്ക് കഴിയാത്ത ഒന്നും ഇല്ല. മനുഷ്യനിടുന്ന ചില ബൗണ്ടറികൾ വിശ്വാസി ഇന്ന് രാത്രി കടക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവൻ ഇന്ന് രാത്രി കടക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി മാനുഷിക ബുദ്ധിയിലിരുത്തുകൊണ്ട് പലപ്പോഴും അവൻ പലതിനെയും അവൻ സ്തോത്രം, അവൻ നോക്കിക്കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഇന്ന് രാത്രി ഒന്ന് മാറുമെങ്കിൽ ഒരു വിശ്വസിക്കുന്നവന്റെ കണ്ണുകൊണ്ട് ഇന്ന് രാത്രി ഈ നാളുകൾ നീ കാണാൻ തുടങ്ങിയാൽ ഞാൻ നിന്നെ നോക്കി പറയുന്നു, നിനക്ക് കഴിയാത്ത ഒന്നും ഇല്ല. ഞാൻ സാധാരണ ഒരു ശേഷം മനുഷ്യന്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കിയാൽ എനിക്ക് കഴിയുന്ന ചിലതുണ്ട്, എനിക്ക് കഴിയാത്ത ചിലതുണ്ട്, എനിക്ക് സാധ്യമായ ചിലതുണ്ട്, എനിക്ക് സാധ്യമല്ലാത്ത ചിലതുണ്ട്. വിശ്വാസിയെന്ന്, വിശ്വസിക്കുന്നവനെന്ന് ആ കണ്ണിൽ നിന്ന് ഞാൻ നോക്കിയാൽ, ആ കണ്ണുകൊണ്ട് ഞാൻ നോക്കി കണ്ടാൽ എന്റെ മുൻപിൽ സാധ്യമല്ലാത്ത ഒന്നുമില്ല. സ്തോത്രം, സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനി ഈ വിശ്വാസത്തിനും പല അളവുകളുണ്ട്.
ഈ വിശ്വാസത്തിന് പല അളവുകളുണ്ട്. സ്തോത്രം. ഓരോരുത്തരിലെ വിശ്വാസത്തിന്റെ ലെവൽ ഓരോ ലെവലാ. സ്തോത്രം. തുല്യമായിട്ടാ ദൈവം കൊടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഉണ്ടാകുന്നതെങ്കിലും സ്തോത്രം ഇവരുടെ ലൈഫിൽ പലപ്പോഴും ഈ വിശ്വാസം കൂടുവാനും കുറയാനുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വചനത്തിലേക്കൊന്നും പോകുന്നില്ല, പെട്ടെന്നൊന്ന് പറഞ്ഞു വിടട്ടെ. നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥന. എല്ലാവരും പോയോ? ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥന. സ്തോത്രം. ഇന്ന് രാത്രി ഇച്ചിരി ഒന്ന് വചനത്തിലോട്ടൊന്ന് കീറുകയാണ്. ഒന്ന് വായിക്കുക. മർക്കോസിന്റെ സുവിശേഷം ഈ വായിച്ച വാക്യത്തിന്റെ മേലത്തെ ഭാഗം 17-ാമത്തെ വാക്യം മുതൽ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. 17-ാം വാക്യം. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഊമനായ ആത്മാവുള്ള ഒരുത്തൻ, ആത്മാവുള്ള എന്റെ മകനെ, ദുരാത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും, ഈ ദുരാത്മാവ് എന്റെ മകനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. ഈ ദുരാത്മാവിന്റെ കുഴപ്പം എന്താ? ഇത് എവിടെ വെച്ച് ഈ മോനെ പിടിച്ചാൽ ഇവൻ എന്ത് ചെയ്യും? തള്ളിയിടുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അവിടെ എന്നൊരു ദൂത് വിളിച്ചു പറയട്ടെ. നിന്നെ പലയിടത്തും തള്ളിയിടാൻ നോക്കി നിൽക്കുന്ന ആ ദുരാത്മാവ് ഇന്ന് രാത്രി വിട്ടുമാറാൻ പോവുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിന്നെ പലപ്പോഴും തള്ളിയിടാൻ നോക്കുന്ന, പലപ്പോഴും നിന്നെ വീഴ്ത്താൻ നോക്കുന്ന, ഇന്ന് രാത്രി അത് ഏത് അളവിൽ വേണമെങ്കിലും നിങ്ങൾ ഏറ്റെടുത്തു. ഒരു ആത്മീക തളർച്ചയിലേക്ക്, ഒരു ആത്മീക വീഴ്ചയിലേക്ക് അല്ല, നിന്റെ ശാരീരിക മണ്ഡലങ്ങളിൽ നിന്നെ തള്ളിയിടാൻ നോക്കുന്ന, അതവൻ നിന്നെ പിന്തുടരുന്ന ആ ദുരാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ചെറിയ ഈ രാത്രി വിട്ട് മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. Yes. Rabalaga Shantalaga Managadaga Atharagadaga Regal Kamanagadaga. യേശുവിന്റെ നാമത്തിൽ നിന്നെ വീഴ്ത്തുന്ന ചിലത്, പ്രാർത്ഥിക്കുന്ന ചിലതിനെ വീഴ്ത്താൻ നോക്കുന്നു, ദൈവകൃപയുള്ള ചിലതിനെ വീഴ്ത്താൻ നോക്കുന്നു, ചില തലമുറകളെ വീഴ്ത്താൻ നോക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഇന്ന് രാത്രി ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായൊരു ദൂത് ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. ഇന്ന് ലഹരിയുടെ അടിമത്തത്തിൽ വീണ് കിടക്കുന്ന തലമുറകൾ ഈ മോനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നതുപോലെ ചില വീണ് കിടക്കുന്ന തലമുറകൾ ഈ നാളുകളിൽ യേശുവിന്റെ അടുക്കൽ വരട്ടെ. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ് കിടക്കുന്ന ചില തലമുറകൾ, ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ, പല കുടുംബങ്ങളിൽ വീണ് കിടക്കുന്ന ചില തലമുറ യേശുവിന്റെ നാമത്തിൽ ഈ 2025 കഴിഞ്ഞ നാളുകളെക്കാൾ തലമുറകളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, മക്കളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവനറിയാം, ഇന്ന് ലഹരിയിൽ അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്, ലഹരിയിൽ അനേക തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ കുഴപ്പമല്ല, അത് അവരുടെ പ്രശ്നമല്ല. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവിന്റെ ശക്തിയുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ദേശങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് തലമുറകളെ താഴ്ത്തുന്ന, തലമുറകളെ വീഴ്ത്തുന്ന ദുരാത്മാവിന്റെ ശക്തികൾ ഇന്ന് രാത്രി അഴിയട്ടെ. വചനത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ തലമുറകളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ദുരാത്മാവിന്റെ ശക്തികൾ കുടുംബങ്ങളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് അഴിയട്ടെ. അവർ യേശുവിലേക്ക് വരട്ടെ. വീണ് കിടക്കുന്ന തലമുറകൾ
ആമേൻ. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഒന്ന്, തലമുറകളെ തള്ളിയിടുന്ന ദുരാത്മാവ്. അടുത്ത് വായിച്ചേ. യെസ്. നുരച്ചു പല്ല് കടിച്ചുകൊണ്ട് ദൂരത്ത് പക്ഷേ പിന്നെ അവൻ നുരച്ച് ആ പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. പല്ല് കടിക്കുന്ന സ്വഭാവം വരണ്ടു പോകും. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, ദുഷ്ടൻ പല്ല് കടിച്ച്. ഒറ്റ വാക്കി പറഞ്ഞത് പിശാചിന്റെ പരിപാടിയാ. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നു ഈ പല്ല് കടിപ്പിക്കുന്ന. അടുത്ത് വരണ്ടു പോകുന്നു. അടുത്ത് അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർക്ക് കഴിഞ്ഞില്ല. കേൾക്കുന്നുണ്ടോ? ഈ പറയുന്നത് വിശ്വാസിയല്ല, ഈ പറയുന്നത് ശിഷ്യന്മാരല്ല, ഈ പറഞ്ഞത് മോനെ കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന അപ്പനെയാണ്. നിന്റെ അടുക്കൽ വന്നു. അവിടെ മേളിൽ നമ്മൾ വായിച്ചത് അങ്ങനെയാണ്, യേശുവിന്റെ അടുക്കലോട്ടാ വന്നേ. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഒരു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിന്റെ അടുക്കലോട്ട് വന്നപ്പോ ഇവർ യേശുവിന്റെ ശിഷ്യന്മാരെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഈ ശിഷ്യന്മാരിൽ നിന്ന് വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ചും കൊണ്ടാകാം ഒരുപക്ഷെ ഈ രോഗിയെ, ഈ മകനെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നേ. പക്ഷെ ഇപ്പൊ ഈ മനുഷ്യൻ പറയാ, നിന്റെ ശിഷ്യന്മാർക്ക് എന്ത് ചെയ്തില്ല? സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. കുറെ നാളുകൊണ്ട് കൂടെ നടക്കുന്നതല്ലേ ഇവർക്ക് ഈ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ലെന്നാ പറയുന്നേ. ഇത് വന്ന് യേശുവിനോട് പറയുമ്പോ യേശു പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. വായിച്ചേ. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് വെച്ചാൽ കർത്താവ് പറയുക, നിനക്ക് കഴിയാത്തതിൻ്റെ കാരണം നീ എത്ര കൂടെ നടക്കുന്നെങ്കിലും നിന്റെ അകത്തിതുവരെ വിശ്വാസം വന്നിട്ടില്ല. ചിലരിങ്ങനെ എത്ര കൂടെ നടന്നാലും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും, ഉപവസിക്കും, പരിപാടികളെല്ലാം നടക്കും. പക്ഷെ വിശ്വാസം ഈ എന്താ പറയുന്നേ, ഈ ഒരു വാക്ക് പറയുമല്ലോ, സ്വത്രം, ഈ ലവലേശം അല്ലേ? ലവലേശം ഇല്ല, അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. വേറൊരു വാക്കാണ്, ഞാൻ വിട്ടുപോയി. സ്വത്രം. തൊട്ട് തിണ്ടിയിട്ടില്ല അല്ലേ? അങ്ങനെ അടുത്തൂടെ പോയിട്ടില്ല, അരികത്തൂടെ പോയിട്ടില്ല. എന്താണ് വിശ്വാസം? സ്തോത്രം. കർത്താവ് ചോദിക്കുക, നീ എൻ്റെ കൂടെ ഈ നടക്കുന്നുണ്ട്, പക്ഷേ ഒരു കാര്യം, ഈ വിശ്വാസം ഇല്ലാത്ത അവിശ്വാസിയായ നിന്റെ കൂടെ ഞാൻ എത്രത്തോളം ഇരിക്കും എന്ന് വെച്ചാൽ, നമ്മൾ എത്ര വിശ്വാസി എന്ന് പറഞ്ഞാലും അതകത്തില്ലെങ്കിൽ കർത്താവ് കൂടെ ഇരിക്കത്തില്ല. സ്തോത്രം. കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകാം. ഈ ദുരാത്മാവ് ബാധിച്ചവൻ ഇവനെ കണ്ട ഉടനെ ഇന്ന് രാത്രി അങ്ങനൊരു ദൈവകൃപ ഈ രാത്രി ദിനത്തിൽ വ്യാപരിക്കട്ടെ. അങ്ങനൊരു ദൈവകൃപ ഇന്ന് രാത്രി ദിനത്തിൽ വ്യാപരിക്കട്ടെ. ഒരു സ്വപ്നമാണേ. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ഉള്ളിലെ വിശ്വാസം ഇന്ന് രാത്രി വർദ്ധിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ സാത്താന്യ മണ്ഡലങ്ങൾക്ക് നിന്റെ മുമ്പിൽ നീക്കത്തക്ക രീതിയിൽ വിശ്വസിക്കുന്ന എത്രയുണ്ട്. സാത്താന്യ ശക്തികൾക്ക് നിന്റെ മുമ്പിൽ നീക്കാൻ പറ്റാത്ത രീതിയിൽ വിശ്വാസം നിന്റെ മേലുണ്ടെങ്കിൽ വിശ്വാസം
ദുരാത്മാവ് ബാധിച്ചവൻ കണ്ടപ്പോ ഒറ്റ വാക്കി ഞാൻ പറയാം, ഈ സാത്താൻ ഇരിക്കാൻ പറ്റിയില്ല. കിളകി കിളകി. ഇന്ന് രാത്രി ഈ ദിവസങ്ങളിൽ സ്തോത്രം, ചില അന്ധകാര ശക്തികൾക്ക് നിന്നെ കാണുമ്പോ ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ പക്ഷെ വിശ്വാസം വേണം, വിശ്വാസം വേണം, വിശ്വാസം വേണം. ഇനി ഈ മാർക്കോസ് സുവിശേഷത്തിൽ വായിച്ച ഇതേ ഭാഗം തന്നെ എന്നാൽ ഇവിടെ ഇല്ലാത്തൊരു കാര്യം മത്തായി പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ, മത്തായി സുവിശേഷം 17-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. മറുപടി, നിങ്ങളുടെ അല്പവിശ്വാസം. എന്താ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് കഴിയാത്ത എന്താ? നമ്മുടെ വിശ്വസിക്കുന്നവനെ മനസ്സിലാക്കുന്നത് കഴിയും. എന്താണ് ചിലർക്ക് കഴിയില്ല. എന്താ വിശ്വാസം. ഇനി എന്റെ വിഷയമല്ല, തൊട്ടുള്ളത് സ്വകാര്യമാണ്. യേശുവിന്റെ അടുക്കൽ ഈ ദിവസങ്ങളിൽ നമ്മൾ വന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റ വിശ്വാസത്തിന്റെ ചില കോട്ടങ്ങൾ, വിശ്വാസത്തിന് ഏറ്റ ചില തകരാറുകൾ ഈ ദിവസങ്ങളിൽ അഭിഹീയാവുക. അപ്പൊ ഇവർ വന്ന് യേശുവിന്റെ അടുക്കൽ സ്വകാര്യമായി ഒറ്റയ്ക്ക് വ്യക്തിപരമായി യേശുവിന്റെ അടുത്ത് കഥ പറയുമ്പോൾ നിങ്ങളുടെ അല്പവിശ്വാസമാണ് കഴിയാത്ത. അടുത്ത് പറയാം, 21-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്നും പറഞ്ഞാൽ അത് നീങ്ങും. കേട്ടോ? എന്തുവായി നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്, നമ്മൾ കാണേണ്ടത്, വിശ്വാസി കാണേണ്ടത് ഒരു സാധാരണ മനുഷ്യൻ കാണുന്ന കണ്ണോടല്ല. മറ്റു കാലങ്ങളിൽ നമുക്കറിയാം, പഴയ പെന്തക്കോസ്തിന്റെ ചരിത്രത്തിലേക്കൊക്കെ പോയാൽ സഭയ്ക്കകത്ത് ഒരു വ്യക്തി രോഗിയായി വന്നാൽ, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് ഒരാള് രോഗിയായ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വിശാല വകയ ഈ ദൈവമക്കളെല്ലാം കൂടെ ചിന്തിരിക്കും, ഈ ആളിനെ പിടിച്ച് നടുക്കിരുത്തിയിട്ട് ഈ വ്യക്തിക്ക് സൗഖ്യമായിട്ട് ആ പ്രാർത്ഥന നിർത്തത്തുള്ളൂ. എത്ര ദൂരെ നിന്ന് വന്നവരായാലും ഈ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്തിട്ട് പോകത്തുള്ളൂ. ആ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്നതിന് മുമ്പ് വിശാലമായ രോഗമായാലും അത് വിടുതൽ നടന്നിരിക്കും. രാത്രി ഇതിനകത്ത് വാസ്തുമാരുണ്ട്, വിശ്വാസികളുണ്ട്, നേഴ്സുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മുമ്പിൽ ഒരു രോഗി വന്നാൽ ഏത് കണ്ണോടെയായിരിക്കും നീ കാണുന്നേ? കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു രോഗി നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ ആ വ്യക്തിയെ ഒരു വിശ്വാസിയുടെ കണ്ണുകൊണ്ട് നീ കണ്ടാൽ നീ പറയും, അല്ലേ?
ദൈവമക്കളായ ഡോക്ടർമാരെന്ന് പറയാം, ഇവർ ഭയങ്കര അറിയപ്പെടുന്ന ഡോക്ടറായിരിക്കും. പക്ഷെ ഇവരാദ്യം പറയും പ്രാർത്ഥിക്കേണ്ട. വിശ്വാസി അവിശ്വാസം. പിന്നെ ഈ കഥാ വിശ്വാസത്തിന്റെ നമ്മുടെ അടുത്തൊരു ഹൈന്ദവയായ ഭാര്യ ഭർത്താവ് ഡോക്ടേഴ്സാണ്, കുടുംബ ഡോക്ടേഴ്സ്. ഇവരെന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ട്. ആ സാറാണെങ്കിൽ, ആ ഹസ്ബൻഡ്, ആ ഡോക്ടറാണെങ്കിൽ മറ്റു ഡോക്ടേഴ്സ് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പോകുന്നതാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, അദ്ദേഹത്തെ കേട്ടത് ഇങ്ങനെയാണ്: അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്യം പറഞ്ഞിട്ട് തുടങ്ങത്തുള്ളൂ. ഒരു വാക്യമെങ്കിലും വായിച്ചിട്ട് കിടന്നുറങ്ങത്തുള്ളൂ. ചില ദൈവമക്കളോട് എത്ര നാളായി ബൈബിൾ വായിച്ചിട്ടെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ഇപ്പോഴും യുദ്ധമാണ് എന്ന് പറയും. എന്ന് വെച്ചാൽ വിഷയം മാറ്റും. ഇന്ന് രാത്രി തകർന്നു കിടക്കുന്ന ഒരു യാഗപീഠം പോലെ ഇരിക്കുന്ന നിന്റെ വിശ്വാസത്തെ ഇന്ന് രാത്രി ഒന്ന് പണിതെടുത്ത് കയറി വന്നാൽ ഈ ദിവസങ്ങളിൽ തീ നിന്റെ വിതരണം. ഈ ദിവസങ്ങൾ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കും. ഇവിടെ പറയുന്നു, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട്, അവിടെ എന്തുണ്ട്? ഒരു മലയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ മലയുണ്ട്, അല്ലേ? സത്യപ്രദ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആകുമ്പോഴും ഒരു വലിയ മലയും കൈ പിടിച്ചോണ്ടാവേ സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നത്. സ്തോത്രം. ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചോണ്ടായിരുന്നു ഇപ്പൊ കൊമനിരിക്കുക. സ്തോത്രം. അദ്ദേഹത്തിന് അതാ വലിയ മലയാ. അത് മുഴുവൻ തീർന്നാലേ അദ്ദേഹത്തിന് ആ മല സമഭൂമിയാകത്തുള്ളൂ, അല്ലേ? സത്യം. ഓരോരുത്തർക്കും ഓരോ മലയുണ്ട്. നമ്മുടെ ബാധ്യതകൾ മലയാ, നമ്മുടെ രോഗങ്ങൾ മലയാ, നമ്മുടെ ഭാരങ്ങൾ മലയാ, നമ്മുടെ ഓരോ വിഷയങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലെ മലയാ. ആ മലയെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? മനുഷ്യനിറങ്ങി ചില വിശ്വാസികളുടെ ചില വിശ്വാസികളിങ്ങനെ ചില മലകളുടെ മുന്നിൽ നിൽക്കുമ്പോ, ആ വിശ്വാസികളുടെ സാക്ഷി കേൾക്കുമ്പോ നമ്മൾ തിരിച്ചാദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാ: നിങ്ങൾ എത്ര പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കും? കാരണം 10-100 പ്രാവശ്യം ആത്മഹത്യയുടെ സമയം കഴിഞ്ഞു കാണും. ഇത്രയും പ്രതിസന്ധികൾ, ഇത്രയും വലിയ മല മുമ്പിൽ വന്ന് നിന്നിട്ടും എന്തേ ഒരു വിശ്വാസി ആത്മഹത്യ ചെയ്യാത്ത കളയോ? അവൻ ഈ മലയെ കാണുന്നത് ഒരു സാധാരണ മനുഷ്യരായിട്ടല്ല, അവൻ ഈ മലയെ കാണുന്നത് ഒരു വിശ്വാസിയുടെ കണ്ണുകൊണ്ട്. അവനറിയാം ഈ മല എന്റെ മുമ്പിൽ നിന്ന് മാറി ഒരു സ്വന്തം ഇന്ന് രാത്രി എന്റെ മുമ്പിൽ ഉയർന്നിരിക്കുന്ന ഈ മലയുണ്ടല്ലോ, എന്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്. ഞാൻ ഒരു വിശ്വാസിയുടെ കണ്ടുകൊണ്ട്, ഞാനിതിനെ കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ മലയോട്, ഈ കടലിലേക്ക് മാറി പോയാൽ ഇന്ന് രാത്രി ഞാൻ കൽപ്പിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പറയും, സ്തോത്രം, ഇവിടെ ഭാരം പൊട്ടിക്കുന്ന ആരെയും ടീമുണ്ടോ, അല്ലേ? സ്തോത്രം അന്വേഷിച്ചുകൊണ്ട് പോലും ഇന്ന് രാത്രി എല്ലാ പരദേശങ്ങളും എല്ലാ പരതുന്നതായി എന്ന് പറയുന്ന സ്തോത്രം ഇങ്ങനെ പരന്നു നടക്കുന്ന അനുഭവങ്ങളെല്ലാം ഇന്ന് രാത്രി പൊട്ടിച്ച് വിശ്വാസത്തിൽ ഉറക്കെ അതാ തീച്ചുള 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീച്ചുള മുമ്പിൽ കാണുമ്പോഴും ആ 3 യൗവനക്കാർ പറഞ്ഞ വാക്കറിയോ, എന്റെ ദൈവം ഞങ്ങൾ ഈ തീച്ചുള
വിശ്വാസിയെ പോലെ സംസാരിക്കുക, വിശ്വാസിയെ പോലെ കാണുക, വിശ്വാസിയെ പോലെ ചിന്തിക്കുക. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ഉദാഹരണത്തിന് എനിക്ക് കൂടി ആവർത്തിക്കുന്നു. ഒരു അംബാനിയിലെ ആ ലെവൽ, അദ്ദേഹം ചിന്തിക്കുന്ന ലെവൽ വേറെ ലെവലാണ്. അല്ലേ? നമ്മുടെ അതിരുകൾ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ ചിന്താമണ്ഡലത്തിന്, നമ്മുടെ സംസാരത്തിന്, നമ്മുടെ പ്രവൃത്തിയുടെ ചില അതിർവരമ്പുകൾ ഇന്ന് രാത്രി മാറി. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വിശ്വാസിയുടെ ലെവലിലേക്ക് കയറുന്ന ഒരു വാക്കുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ സ്തോത്രം കടുകുണിയുള്ള വിശ്വാസത്തെ മലയുടെ വിടുന്ന നമുക്ക് നീങ്ങുക എന്ന് പറഞ്ഞത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യം ആകയില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി കർത്താവ് അവിടെ ഒരു സത്യം ചേർന്നുകൊണ്ട് പറയുന്നത്. സത്യമായിട്ടാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ദൂതികൻ ആരംഭത്തിൽ തൊട്ട് വെച്ചു ഞാൻ അതിലേക്ക് വരികയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ലെവല് മാറാൻ ഒരൊറ്റ വഴിയുള്ളൂ: ഉപവാസം, പ്രാർത്ഥന. ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാത്ത ഒരാളിന്റെ വിശ്വാസം ബാറ്ററിയുടെ ചാർജ് തീർന്ന മൊബൈലിന്റെ അവസ്ഥയാണ്. അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും, ലോ ബാറ്ററി, ലോ ബാറ്ററി, ലോ ബാറ്ററി. അല്ലെ? ഈ ഒരു അവസ്ഥയാണ് ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാത്ത വിശ്വാസം. ഇച്ചിരി ലഘുവായി പറഞ്ഞാൽ, ആമേൻ, നീ എത്ര പിരിഞ്ഞു നിന്നിട്ട് നിന്റെ അടുക്കൽ ഒരു മണ്ണ് വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ തേനില്ലെന്നാണ്. ഈ തേനുണ്ടെങ്കിൽ വണ്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ അകത്ത് ഉപവാസവും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈ തേനെന്ന വിശ്വാസം നിന്നിൽ ഉണ്ടാകും. ആമേൻ. ഇന്ന് രാത്രി ഉപവാസം ഇല്ലാതെ, പ്രാർത്ഥന ഇല്ലാതെ, ദൈവമായിട്ട് ബന്ധമില്ലാതെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തില്ല. ഞാൻ എന്ത് പറഞ്ഞല്ലോ, നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിന് ചാർജ് കുറയുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിയുമായി നമ്മൾ കണക്ട് ചെയ്യുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ, പ്രാർത്ഥന ദൈവമായിട്ടുള്ള കണക്ഷനെ കാണിക്കുന്നു. ഉപവാസം ദൈവമായിട്ടുള്ള ആ ഒരു സംസർഗത്തെ കാണിക്കുന്നു, ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ കാണിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ഒരിക്കലും നമ്മുടെ വിശ്വാസം, എന്ന് വെച്ചാൽ ഒരാൾ അവിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഒരാള് അവിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ കൂടുതൽ ആളിനെ വിവേചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ആളിനെ കുറിച്ച് പ്രവചനാത്മാവിനൊന്നും നിറയേണ്ട കാര്യമില്ല. മുഖത്ത് നോക്കി പറയാം, നിന്റെ ജീവിതത്തിൽ വിശ്വാസം പ്രാർത്ഥന ഇന്ന് രാത്രി ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രിയും ശ്രദ്ധിക്കും. ഈ വചനത്തിനോട് മുൻപാകെ നമ്മെ പ്രേരിപ്പിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ലെവലുമാണ്. അത് വരമ്പുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകത്തിലാണ്. സാധിക്കുന്നതും സാധിക്കാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്, കഴിയുന്നതും കഴിയാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ നീ വിശ്വാസിയുടെ മൈൻഡിൽ നീ ചിന്തിച്ചാൽ, എന്റെ യാത്രികർ പറഞ്ഞ പുതിയതാണ്. ഒരു സാധാ മനുഷ്യന്റെ കാഴ്ചപ്പാടോടെ ജീവിക്കാതെ ഈ ദിവസങ്ങളിൽ ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടോടെ ജീവിച്ചു നോക്ക്. കഴിയാത്തതൊന്നുമില്ല,
സാധിക്കാത്തത് ഒന്നുമില്ല. നിങ്ങളെ ബലപ്പെടുത്താൻ ഒരു വാക്ക് ഞാൻ പറയാം. അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണണമെങ്കിൽ വിശ്വാസിയായിട്ട് ജീവിച്ചു നോക്കാം. വിശ്വാസി എന്ന പേര് പറയുകയും അവിശ്വാസത്തിന്റെ പ്രവൃത്തിയും അവിശ്വാസത്തിന്റെ വാക്കുകളും അവിശ്വാസത്തിന്റെ സ്തോത്രം അനുഭവങ്ങളുമാണെങ്കിൽ ഒരിക്കലും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ പോലെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയ, ഒരു വിശ്വാസിയെ പോലെ നമ്മൾ കാണാൻ തുടങ്ങിയ, ഒരു വിശ്വാസിയെ പോലെ നമ്മൾ നോക്കിക്കാണാൻ തുടങ്ങിയ, നമ്മൾ കാണുന്നതെല്ലാം അത്ഭുതങ്ങളായിരിക്കും. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം അത്ഭുതങ്ങളായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ ദിവസങ്ങളിൽ വെളിപ്പെടുന്നത് കാണാൻ കഴിയും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കേട്ട നല്ല ആലോചനകൾക്കായി സ്തോത്രം.